ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ലക്ഷദ്വീപിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെവിടെ താമസിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ബാക്കി ചുറ്റുപാടുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു ഹട്ടിൽ, അതായത് ഈ ഒരു സൈന ഡോൾഫിൻ വ്യൂവിലാണ് നമ്മളുടെ താമസം. മനസ്സിന് ഭയങ്കര ശാന്തമായി, കടലിൻ്റെ സൗണ്ടും എല്ലാം കൊണ്ടും വേറെ പ്രത്യേകിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഈ കടൽ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ലേ? ഇതേ ക്ലിയറിലാണ് ഇവിടുത്തെ ആളുകളുടെ മനസ്സെന്നുള്ളതാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വഴി. അപ്പം എന്തായാലും നിങ്ങൾ ലക്ഷദ്വീപിലെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പെട്ടെന്നൊന്നും നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഒരുപാട് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എല്ലായിടത്തേക്കും പോണ പോലെ നമുക്കിവിടെ പോകണമെങ്കിൽ നല്ല പണിയാണ്. ഓക്കെ, എന്തായാലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഇങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. അവിടുന്ന് തന്നെ ഇങ്ങനെ ഗ്ലാസ്സിൽ കണ്ടോ നമുക്ക് പുറത്തിരിക്കാം. നല്ലൊരു വ്യൂ, നല്ല മനസ്സിന് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ TV പോയിൻ്റ് കാര്യങ്ങൾ. ഇത് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. നമ്മളിപ്പോൾ അലങ്കോലാക്കിയിട്ടൊക്കെ നമ്മൾ 3 ആൾ നമ്മൾ ഈ ബെഡ്റൂമിലാണ്. അതിൽ AC കാര്യങ്ങളും ഇവിടെയും അങ്ങനത്തെ ഒരു വിൻഡോ ഉണ്ട്, ഒരു അൽമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കിച്ചണ് ഒരു ഏരിയ വരുന്നുണ്ട്, ചെറിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ എന്തായാലും ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കവരത്തി സൈഡിലൊക്കെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ റിസോർട്ട് ചൂസ് ചെയ്യാം. പിന്നെ വൈഫൈ ഒക്കെ നല്ല സ്പീഡാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ എത്തിയാൽ മാത്രമാണ് എനിക്ക് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്നുള്ളൂ. നിജാസ് ഇവിടെ ഉണ്ട്, പിന്നെ നമ്മളെ അക്ബർക്ക് ഇവിടെ ഉണ്ട്, പിന്നെ മൂപ്പരെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ പരിചയപ്പെടാൻ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളിനി സ്കൂബ ഡൈവിന് പോവുകയാണ്. സ്കൂബ ഡൈവ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നിജാസിൻ്റെ ചാനലിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിൽ എന്താ വെച്ചാൽ ലക്ഷദ്വീപുകാരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ബോറടിക്കാത്ത രീതിക്ക് ചെയ്യാച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താ ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലോട്ട് പോവാം. ഇവിടുത്തെ ആളുകളുടെ സ്നേഹം താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടാണ് ഈ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കവരത്തി സൈഡിൽ നല്ലൊരു റിസോർട്ടാണ്, നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാം. പിന്നെ ഇവിടുന്നൊക്കെ ഒരുപാട് എനിക്കിവിടെ കാണാൻ പറ്റിയ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലുകൾ കുറവാണ്. അതായത് ഇങ്ങനത്തെ ഓരോ നമ്മുടെ മറക്കുന്ന ഇതുണ്ടാവുമല്ലോ, ഇതിപ്പോൾ ഒരു തൊടി കാരണം മറിച്ചിരിക്കുകയാണ്. പക്ഷെ വീടുകൾക്കിടയിൽ മറവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചാടിക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റ്. എവിടെ അവിടെ എന്താ പരിപാടി? കടലിന്റെ നടുവില് എവിടെ അവിടെ എന്താ പരിപാടി? കടലിന്റെ നടുവില് പൊറോട്ട, മുട്ടക്കറി, മീൻകറി. ഇവിടെ പിന്നെ മീൻ മസ്റ്റാണ് അല്ലേ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. കട്ടൻ അങ്ങനെ മക്കളെ സ്കൂബ ഡൈവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. സ്കൂബ ഡൈവിൻ്റെ ഫുൾ വിഷ്വൽ നമ്മളെ നിജാസിൻ്റെ ചാനലിലുണ്ട്, ഞാൻ എടുത്തില്ല. എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ ദുബായിൽ ഒരു വട്ടം ചെയ്തതാണ്. ഇതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും മാഷാ അല്ലാഹ് ഒരു സ്വർഗ്ഗമാണ് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു ചാടിയൊക്കെ എനിക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇത് ഒരുപാട് നമ്മളെന്താ വെച്ചാൽ
12 മീറ്റർ താഴെ, അതായത് നടുക്കടലിൽ പോയിട്ടാണ് ചാടിക്കുന്നത് ഗൈസ്. എന്നിട്ടും ചാടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഒക്കെ റെഡി ആയിട്ടോ. എന്തായാലും അടിപൊളി സെറ്റ്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടു. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അക്ബർ ഖാൻ്റെ ഒരു പ്രൊജക്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിങ്ങോട്ട് എത്താനുള്ള കാരണം നമ്മുടെ അല്ലേ സമീർ ഖാലെ, സമീർ റിയാസ്. അപ്പം എന്തായാലും മൂപ്പരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഉള്ളത് കവരത്തിയിൽ തന്നെയാണ് അവരുടെ വീട് വരുന്നത്. അപ്പോൾ ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്തായാലും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്തായാലും സൈന നമ്മുടെ വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. നല്ല ഫ്രണ്ടിൽ നല്ലൊരു കിളിക്കൂടൊക്കെ ഉണ്ട്. ബദാമാ ഇതാണ് നമ്മളെ സമീർക്ക. സമീർക്ക കൂടുതലും നാട്ടിലാണ്, കൊച്ചിക്ക് വരലല്ലേ? വരൂല്ലേ? അപ്പം എന്തായാലും ഇന്നലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് സാധനം. പക്ഷേ നമ്മൾ ഫാമിലിനെ കൂട്ടിയിട്ട് നമ്മൾ വരുന്നുണ്ട് ഇവിടുത്തെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം നമ്മൾ ഈ വീടിൻ്റെ റിനോവേഷൻ പിന്നെ നമ്മുടെ ബ്രദേഴ്സ് ഒരു ഹോട്ടൽ സെറ്റ് ചെയ്യുന്നുണ്ട് ബീച്ചില്. നമ്മൾ താമസിച്ചതും മൂപ്പരെ ഹട്ടാണ് അല്ലേ? അത് നല്ല തിരക്കുള്ള സംഭവം. ഔട്ട് ഹൗസ് പോലെ അല്ലേ സംഭവം? നല്ല മൈൻഡ് ഫ്രീ ആണ്, ഫുള്ള് കടലിന്റെ സൗണ്ടും കാര്യങ്ങളും അല്ലേ? നാട്ടിനെ അപേക്ഷിച്ച് നമുക്ക് ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ ഇങ്ങനെ ബസ് ലോറി ചെറുപ്പാഞ്ഞ പോലെ ശബ്ദം ആദ്യം ഒരു ടെൻഷൻ ലൈഫാണ്. പക്ഷെ ഇവിടെ ഒരു 3-4 ദിവസം വന്നു കഴിഞ്ഞാൽ ഒക്കെ 6 മാസം ഒക്കെ മറന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാന്നുള്ളതാണ്. എന്തായാലും നമ്മൾ 2 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ? മൗലൂദിന്റെ ചോറാണ്. മൗലൂദിന്റെ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു. നല്ല ബീഫ് ബിരിയാണി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കഴിച്ചത്. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, വണ്ടികളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ടോ. എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആൾക്കാരിക്കുന്നുണ്ടോ അവിടെ നിലത്ത് പുല്ലായൊക്കെ വിരിച്ചിട്ടാട്ടോ ഭക്ഷണം കഴിക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്ന് നമ്മൾ ആസ്വദിക്കുക വേണം. കാണാൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അതേ കളറാണ് ഇവിടുത്തെ ആളുകളുടെ മനസ്സെന്ന് പറഞ്ഞ മാതിരി. മതിൽക്കെട്ടുകൾ പോലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ അറിവിൽ ഞാൻ അവിടെ വലിയ മതിലുകളൊന്നും കണ്ടില്ല. എത്ര വലിയ വീടാണെങ്കിലും എല്ലായിടത്തും കൂടി പോയാലും ഒരു വീട്ടിൽ ഇങ്ങനെ എത്ര മാതിരിക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനായിട്ട് എടുത്തു ചെറിയൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മോള് നമ്മളെ വീടും ഇതൊക്കെ മിസ്സാവുന്നുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ മോളെ കളിയും ചിരിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മിസ്സാണ്. പിന്നെ എൻ്റെ ഫോണ് ജിയോ ആണ് കേട്ടോ, സിമ്മ് ജിയോ ആണ് വരുന്നത്. അതിൽ റേഞ്ച് തന്നെ അല്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തലക്ക് ബുദ്ധിമുട്ടാണ്, ഒരു തലക്ക് നല്ല സമാധാനമാണ്. കാരണം നമ്മുടെ ജീവിതം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റ് ഇവിടെ വന്നാൽ പഠിക്കാൻ പറ്റും. ഇത്ര കാലം നമ്മുടെ ലൈഫിൽ മൊബൈൽ നമ്മളെ എത്രത്തോളം ലൈഫിൽ എന്താണ് നമ്മളെക്കാൾ കൂടുതൽ മൊബൈൽ നമ്മുടെ ഇന്ത്യയൊക്കെ ലൈഫിൽ പ്രത്യേകിച്ച് പ്രാധാന്യം മൊബൈലിന് കൊടുക്കലുണ്ട്. ഓരോന്ന് ഇനിയിപ്പോൾ ഒരു സമയം അല്ലെങ്കിൽ പോലും സംസാരിക്കേണ്ട സമയത്ത് മൊബൈലിൽ കളിച്ചിരിക്കും. ഇവിടെ നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ വൈഫൈ കിട്ടിയാൽ അത് റൂമിൽ പോകുമ്പോൾ മാത്രമല്ല, അധികം നമ്മൾ പുറത്ത് തന്നെയാണ്. അപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ മൊബൈൽ യൂസ് ചെയ്യൽ കുറവെന്നല്ല, ഉപയോഗിക്കുന്നില്ല. എപ്പോഴെങ്കിലൊക്കെ വീഡിയോ എടുത്ത് റൂമിൽ പോയി അപ്ലോഡിങ് മാത്രമല്ല, അല്ലാതെ എനിക്കൊരു കോള് വരിക അങ്ങനത്തെ ഒരു ഇതും ഇല്ലല്ലോ. എന്തായാലും അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇവിടെ വേറെ നമ്മുടെ പഴയ കുട്ടിക്കാലങ്ങളൊക്കെ ഇവിടെ ഓർമ്മ വരുന്നുണ്ട്. ആളുകൾ ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു, ഷെഡിലിരിക്കുന്നു, കുട്ടികളുടെ കളി കാര്യങ്ങൾ, അതൊക്കെ നമ്മളെ ഒരു നൊസ്റ്റാൾജിയ ഒരു കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടും നല്ല കുറേ ഓർമ്മകളും സ്നേഹങ്ങളും ബന്ധങ്ങളൊക്കെ നമുക്ക് ലക്ഷദ്വീപിൽ കാണാനും കിട്ടാനൊക്കെ. ഫുഡാണെങ്കിലും മാഷാ അല്ലാഹ് ഒക്കെ സൽക്കാരം. ഇതിൻ്റെ എൻ്റെ ഒരു സൽക്കാരം ഞാൻ കാണിച്ചാൽ ഇതെന്താ സാധനം? എന്തിൻ്റെ ഉപ്പേരി? ബീറ്റ്റൂട്ട് ഉപ്പേരി അല്ലേ? ഇത് സലാഡ്, ഇത് കട്ടിപ്പാല്, ഇത് റൊട്ടി, കേലാഞ്ചി, പത്തിരി, ഉപ്പേരി, തൂണ, സലാഡ്, ചിക്കൻ്റെ ഇരിക്കല്ലേ. ഉപ്പേരി നമ്മൾ കണ്ടിക്കണേ. നിങ്ങൾക്ക് കിരാഞ്ചി വേണോ? എല്ലാം കഴിക്കാം, എല്ലാം ടേസ്റ്റ് നോക്കുക. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഈ സാധനം.
ആദ്യം നമുക്ക് കഴിക്കാം. തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലല്ലേ? നോക്കിക്കോളി. നിങ്ങൾക്ക് എന്തുകൊണ്ടിരിക്കില്ല ആഞ്ചിയോ? ഇതാണ് മധുരം? ഇല്ല, ഇത് ഇതിന്റെ കോമ്പിനേഷൻ അങ്ങനെയാണ്. ഇതിന്റെ ഇത് ഇത് മധുരമാണ് സാർ. ഇത് ലാസ്റ്റ് പോയിക്കണ്ടേ? ഇതാണ് മധുരം. ഇത് ഒരു വീഡിയോ സിനു കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പറഞ്ഞതാണ്. കഴിച്ചു നോക്കുക. അപ്പം എന്നാലും ഇനി നെക്സ്റ്റ് ലക്ഷദ്വീപിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ.